ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादा सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം 9-ാമത്തെ അധ്യായം ശ്ലോകം 31 നമ്മളിന്ന് പഠിക്കേണ്ടത്. ഭീഷ്മസ്തുതിയാണ് നമ്മൾ പഠിച്ചു വരുന്ന അധ്യായം. വളരെ മനോഹരമായിട്ടുള്ള ഭീഷ്മസ്തുതി ഉടനെ തന്നെ തുടങ്ങുന്നു. അതിനു മുമ്പ് ഒരുപാട് മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അർജുനനും പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും ഭീഷ്മ പിതാമഹൻ്റെ മുമ്പിൽ ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഭീഷ്മ പിതാമഹൻ ശരീരം വിടാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുന്നു. അങ്ങനെ അതിന് ശരീരം വിടാൻ വേണ്ടിയിട്ടുള്ള ആ സമയം, ഉത്തരായണം കാത്തിരുന്ന ആ സമയം വന്നു. ആ സമയത്ത് ഭീഷ്മ പിതാമഹൻ ശരീരം വിടാൻ തയ്യാറാവുന്നു. ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ നോക്കിക്കൊണ്ട് ശരീരം വിടണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ശ്ലോകം 31. विशुद्धया धारणाय तदीक्षया एवाशु गतायुधाश्रमः निवृत्तसर्वेन्द्रियवृत्तिविभ्रमस्तुष्टावजन्यं विसृजन् जनार्दनं। विशुद्धया धारणाय तदीक्षयेवाशु गतायुधश्रमः
നിവൃത്ത സർവേന്ദ്രിയവൃത്തിവിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. യെസ്, ശ്ലോകം ഹരേ വായിച്ചോളൂ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്തദീക്ഷയൈവാശു ഗദായുധസ്രമഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമത് തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭഃ തദീക്ഷയൈവാശു ഗദായുധശ്രമഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമഃ തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. യെസ്, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്തദീക്ഷയൈവാശു ഗദായുധശ്രമഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ഹരേ ജനാർദ്ദനം. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭഃ തദീക്ഷയൈവാശു ഗദായുധവ്യതഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമഃ തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വായിക്കൂ. ഹരേ കൃഷ്ണ. വിശുദ്ധ ഓം നമോ ഭഗവതേ വാസുദേവായ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്ത ദീക്ഷയൈവാശുഗദായുധശ്രമ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്തദീക്ഷയൈവാശു ഗദായുധശ്രമഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്തദീക്ഷയൈവാശു ഗദായുധാശ്രമഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമ സ്തുവിഷ്ടാവജന്യം വിസൃജ്യൻ ജനാർദ്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്നാൽ വിവർത്തനവും ഭാവാർത്ഥവും കൂടെ വായിക്കൂ. ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്തദീക്ഷയൈവാശു ഗദായുധശ്രമഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. റോഷി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാനെ വീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ ധ്യാനത്താൽ അദ്ദേഹം തൽക്ഷണം എല്ലാ ഭൗതിക അമംഗളങ്ങളിൽ നിന്നും ശരങ്ങൾ സമ്മാനിച്ച മുറിവിന്റെ ശരീരത്തിലെ വേദനകളിൽ നിന്നും മോചിതനായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ബാഹ്യമായ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളും ഉടൻ തന്നെ നിലയ്ക്കുകയും എല്ലാ ജീവാത്മാക്കളുടെയും നിയന്താവായ ഭഗവാനോട് ഭൗതിക ശരീരം ത്യജിക്കുന്ന വേളയിൽ അദ്ദേഹം അതീന്ദ്രിയമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. സാങ്കേതികമായി മായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൗതിക ശക്തിയുടെ സമ്മാനമാണ് ഭൗതിക ശരീരം. ഭൗതിക ശരീരത്തോടൊത്തുള്ള താതാത്മ്യത്തിനു കാരണം ഭഗവാനുമായുള്ള നമ്മുടെ ശാശ്വത ബന്ധത്തിന്റെ വിസ്മൃതിയാകുന്നു. ഭീഷ്മദേവനെ പോലുള്ള ശുദ്ധ ഭഗവത് ഭക്തർക്ക് ഭഗവാൻ ആഗതനായ തൽക്ഷണം ഈ മായ ദൂരീകരിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ആദിത്യനെ പോലെയും മായിക ബഹിരംഗ ഭൗതിക ശക്തി അന്ധകാരത്തെ പോലെയും ആകുന്നു. സൂര്യന്റെ സാന്നിധ്യത്തിൽ അന്ധകാരം നിലനിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല.
ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആഗതനായപ്പോൾ തന്നെ സർവ്വ ഭൗതിക മാലിന്യങ്ങളും പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ടു. അപ്രകാരം ജഡവസ്തുക്കളുമായി കൂടിച്ചേർന്നുള്ള അശുദ്ധമായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടുക വഴി ഭീഷ്മദേവനെ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിച്ചു. ആത്മാവ് യഥാർത്ഥത്തിൽ പരിശുദ്ധമാണ്. ഇന്ദ്രിയങ്ങളും അങ്ങനെ തന്നെ. ഭൗതിക മാലിന്യങ്ങളാൽ ഇന്ദ്രിയങ്ങൾ അപൂർണവും അശുദ്ധവുമായി തീരുന്നു. പരമപരിശുദ്ധനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമ്പർക്കം പുനരുദ്ധരിക്കുക വഴി ഇന്ദ്രിയങ്ങൾ വീണ്ടും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രമായി തീരുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ ഭീഷ്മദേവൻ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ എല്ലാ അതീന്ദ്രിയ അവസ്ഥകളും പ്രാപ്തമാക്കി. ഭഗവാൻ സർവ്വ ജീവാത്മാക്കളുടെയും നിയന്താവും അഭ്യുദയകാംക്ഷിയുമാകുന്നു. സർവ്വവേദങ്ങളുടെയും അന്തിമ നിഗമനവും ഇതുതന്നെയാണ്. എല്ലാ ശാശ്വത ജീവാത്മാക്കൾക്കും മധ്യേ പരമസനാതനവനും പരമജീവസത്തയും ഭഗവാനാകുന്നു. എല്ലാ പ്രകാരത്തിലുള്ള ജീവാത്മാക്കൾക്കും വേണ്ട സർവ്വ ആവശ്യകതകളും നിറവേറ്റുന്നതും അദ്ദേഹം മാത്രമാകുന്നു. അപ്രകാരം തന്റെ മഹാഭക്തനായ ശ്രീ ഭീഷ്മദേവന്റെ അതീന്ദ്രിയ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായി എല്ലാവിധ സൗകര്യങ്ങളും ഭഗവാൻ ഒരുക്കിക്കൊടുത്തു. ഭീഷ്മദേവൻ ഇനി വരും പ്രകാരം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ നമ്മൾ കാണുന്നു ഭീഷ്മ പിതാമഹൻ അങ്ങനെ ഉത്തരായണം വന്നു, ഭഗവാൻ മുമ്പിലുണ്ട്. ഭീഷ്മ പിതാമഹൻ ശരീരം വിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ആ സമയത്ത് ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ മനസ്സും ഹൃദയവും ശ്രദ്ധയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ നോക്കിക്കൊണ്ട് ധ്യാനിക്കുന്നു. അപ്പോൾ പറയുന്നു ഈ ശ്ലോകത്തിൽ ഭഗവാനെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ധ്യാനിക്കുന്നു. ഭഗവാന്റെ ആ ഐശ്വര്യങ്ങളും ഭഗവാന്റെ ക്വാളിറ്റികളും എല്ലാം ഭീഷ്മ പിതാമഹൻ ധ്യാനിക്കുന്നു. കൂട്ടത്തിൽ കണ്ണ് തുറന്നുകൊണ്ട് ഭഗവാനെ നേരിട്ട് കാണുന്നു, കണ്ണുപയോഗിച്ച് കാണുന്നു. അപ്പോൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ആ സമയത്ത് ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ഒരു തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ചലനങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേ സമയത്ത് ഒരേപോലെ ഭൗതികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കുന്നൊരവസ്ഥ. എങ്ങനെയാണ് ആ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലേ? ഭീഷ്മ പിതാമഹൻ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അദ്ദേഹം ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്, ശരീരം വിടാൻ വേണ്ടി തയ്യാറായിട്ട്, അല്ലേ? ഇതിനും വലിയ മനോഹരമായിട്ടുള്ളൊരു മുഹൂർത്തം ആർക്കുണ്ടാവും ജീവിതത്തിൽ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പലതവണ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഓർക്കുന്നവർ ശരീരം വിടുന്ന സമയത്ത് എന്നെ ഓർക്കുകയാണെങ്കിൽ എന്താണോ ഓർക്കുന്നത് ആ ഒരു ഭാവത്തിൽ നിങ്ങൾക്ക് അടുത്ത ശരീരം ലഭിക്കുന്നു, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ വരുന്നു. എന്നെ ഓർക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് ഭഗവാൻ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പലതവണ നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതായത് മരണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും നമുക്ക് ഓർമ്മയില്ല, അല്ലേ? ഒരുപാട് മരണങ്ങളും ജന്മം മരണം കാലചക്രത്തിലൂടെ നമ്മൾ മരണ ജരാവ്യാധി ചക്രത്തിലൂടെ നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടുണ്ട് ഇതുവരെ, ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് ആർക്കും ഓർമ്മയില്ല. ഇനി വരാൻ പോകുന്ന വലിയ പരീക്ഷയാണ് ഇത്. വീണ്ടും വരാൻ പോകുന്ന മരണം. നമുക്ക് എല്ലാവർക്കും മരണമുണ്ട്, അല്ലേ? ഇവിടെ ജനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരണമുണ്ട്. പക്ഷേ ആ പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കഴിഞ്ഞ ജന്മങ്ങളൊക്കെ, ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ ജന്മങ്ങളൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ ബോധം ആ ഒരു തലത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്ന പോലെ പൂർണ്ണമായിട്ടും ഭഗവാനെ കേന്ദ്രീകരിച്ച് ഭഗവാനെ കണ്ടുകൊണ്ട്, ഇപ്പോൾ ഭഗവാനെ കാണുവാനുള്ള മഹാസൗഭാഗ്യം ഭീഷ്മ പിതാമഹനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തരും അത് ലീലയുടെ ഭാഗത്തിൽ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ നമ്മളാരും ഇപ്പോൾ ദ്വാപരയുഗത്തിലെ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച സമയത്തെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളവരല്ല, അല്ലേ?
എന്നാലും ഈവൻ ചൈതന്യ മഹാപ്രഭുവും വന്ന് അധികം സമയമായിട്ടില്ല, എന്നാലും അദ്ദേഹവും തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി. എന്നാലും അത് ഒരു വിഷയമല്ല. ഭഗവാൻ അദ്ദേഹത്തിന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദർശനം തരണമെങ്കിൽ അത് അദ്ദേഹം വിചാരിച്ചാൽ മാത്രം മതി. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിലൂടെ കടന്നു പോവേണ്ടി വരും തീർച്ചയായിട്ടും. നമ്മൾ ഓരോരുത്തരും മാത്രമല്ല, ലോകത്തെല്ലാവർക്കും അല്ലേ. എന്നാൽ ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ ബോധം, എന്തായിരിക്കും നമ്മുടെ ചിന്താഗതി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. പക്ഷേ അതാണ് ഇനിയുള്ള ഒരു നമ്മുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുന്ന കാര്യം അല്ലേ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുസ്തകങ്ങൾ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും തിരുനാമം ജപിക്കുന്നതുമൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബോധം പൂർണ്ണമായിട്ടും, നമ്മുടെ ആ ഒരു ചിന്ത, നമ്മുടെ ബോധം ഭഗവാനിലേക്ക് എത്തുവാൻ സഹായിക്കും. കാര്യം നിരന്തര നാമജപം, നിരന്തരമായിട്ട് പുസ്തകങ്ങൾ, ശാസ്ത്രങ്ങൾ വായിക്കുക, നിരന്തരമായിട്ട് മറ്റുള്ള ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്ത് അത് നമ്മുടെ ഒരു ശീലമായി മാറുന്നു. അത് മാത്രമല്ല, നമ്മൾ അങ്ങനെയാണ് പിന്നീട് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ബോധം ഉയർത്താൻ സാധിക്കുന്നത്. അല്ലാതെ ആ ഒരു സമയത്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുള്ള പരിശീലനം അത്യാവശ്യമാണ്. ആ പരിശീലനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ശാസ്ത്രത്തിൽ പഠിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ദിവസം നമുക്കും വരും, ശരീരം വിടാനുള്ള സമയം. ആ സമയത്ത് ഭീഷ്മ പിതാമഹൻ എന്തു ചെയ്തു എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു, കാണിച്ചു തരുന്നു ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലീലയിലൂടെ. കൂട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ. അതെങ്ങനെ സാധിക്കും? ഭീഷ്മ പിതാമഹൻ നല്ലൊരു ഭക്തനായിരുന്നു, ശുദ്ധഭക്തനായിരുന്നു. അദ്ദേഹം എങ്ങനെ ശുദ്ധഭക്തനായി? അദ്ദേഹത്തിൻ്റെ കർമ്മവും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഭീഷ്മ പിതാമഹനെ നമുക്കറിയാം, ഈ ഒരു ക്യാരക്ടറെ നമുക്കറിയാം. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ശാസ്ത്രത്തിലുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, നമുക്ക് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി. അവരുടെ പാത പിന്തുടർന്നാൽ നമുക്കും ഇങ്ങനെയൊരു റിസൾട്ട് കിട്ടും. അതാണ് കുന്തി മഹാറാണിയുടെ സ്തുതിയാണെങ്കിലും, ഭീഷ്മസ്തുതിയാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു മുഹൂർത്തങ്ങളാണെങ്കിലും, ഇതൊക്കെ നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും കൂടുതൽ നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കുവാനും കൂടുതൽ ഭഗവാന്റെ ചിന്തകൾ വരുവാനുമൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. ഭീഷ്മ പിതാമഹൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തലത്തിലേക്ക് ഉയർന്നു ഇന്ദ്രിയങ്ങൾ. അങ്ങനെ ആ ഒരു അതീന്ദ്രിയാവസ്ഥയിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ശ്രീ ഭീഷ്മ പിതാമഹൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിൽ സ്തുതി കാണാം. ഭീഷ്മസ്തുതി അടുത്ത ശ്ലോകം മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അവസാനത്തെ ഒരു മൊമെൻ്റാണ്. സോ അദ്ദേഹം ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൗതികമായിട്ടുള്ള ഈ ശരീരം എന്ന് പറയുന്നത് ഭൗതിക ശക്തിയുടെ, ഭഗവാന്റെ ബഹിരാംഗ ശക്തിയുടെ ഒരു വരദാനമാണ്. പക്ഷേ എന്താണ് ഈ ഒരു ഭൗതിക ശരീരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഭൗതിക ശരീരം അല്ലെങ്കിൽ ഈ ഒരു ഭൗതികാവസ്ഥയിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ആ ഒരു സ്ഥാനത്തെ നമ്മൾ മറക്കുന്നു. ശരിയായിട്ടുള്ള നമ്മുടെ ആ ഒരു പൊസിഷൻ നമ്മൾ മറന്നിരിക്കുകയാണ് അല്ലേ. നമ്മളെല്ലാവരും ഈ ശരീരമായിട്ട് നമ്മളെ നോക്കിക്കാണുന്നു. ഭഗവാനുമായിട്ടുള്ള ആ ഒരു ശാശ്വതമായിട്ടുള്ള ബന്ധം നമ്മൾ മറക്കുന്നു. അതാണ് ഈ മായാശക്തിയുടെ പ്രഭാവം കൊണ്ടുണ്ടാവുന്നത് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഭീഷ്മ പിതാമഹൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ആ ഒരു ശുദ്ധഭക്തനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ
ഭഗവാന്റെ സമക്ഷത്തിൽ നിൽക്കുവാണ് അല്ലേ, ഭഗവാന്റെ സമക്ഷത്തിലാണ് അദ്ദേഹം ശരീരം വിടാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വ്യാമോഹങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഭൗതിക ശക്തിയുടെ പ്രഭാവങ്ങളും ഭീഷ്മപിതാമഹനിൽ നിന്ന് തത്നിമിഷം ആ നിമിഷം തന്നെ ഭഗവാന്റെ ആ ഒരു പ്രസൻസിലെല്ലാം പോവുകയാണ് ചെയ്യുന്നത്. കൃഷ്ണ സൂര്യസമ മായാര അന്ധകാര ജഹാ കൃഷ്ണ തഹ നഹി മായറ അധികാർ. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ സൂര്യസമമാണ്, മായ എന്ന് പറയുന്ന അന്ധകാരമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരം മാറുന്നു. അതേപോലെ എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ഭൗതികതയുടെ എല്ലാ അന്ധകാരവും മാറുന്നു. ശിലപ്രഭാത് ആ ഒരു ശ്ലോകം ഇവിടെ എഴുതുന്നുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഭഗവാൻ കൃഷ്ണൻ സൂര്യനെ പോലെയാണ്. ചൈതന്യ ചരിതാമൃതത്തിലെ ശ്ലോകമാണത്. അങ്ങനെ ഭീഷ്മപിതാമഹൻ പൂർണ്ണമായിട്ടും അദ്ദേഹം അതീന്ദ്രിയാവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കും, ഒരു പക്ഷേ ഈ ഒരു ഭാവാർത്ഥം വായിച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഭീഷ്മപിതാമഹൻ ഓൾറെഡി ശുദ്ധഭക്തനാണ്, പിന്നീട് അദ്ദേഹത്തിന് എന്താണ് ഈ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത്, അദ്ദേഹത്തിന് ആളെ ഓൾറെഡി ഭക്തനല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമായിരിക്കാം. തീർച്ചയായിട്ടും ഭീഷ്മപിതാമഹൻ ശുദ്ധഭക്തൻ തന്നെയാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആ സമയം വരെയും ഭൗതിക ശരീരത്തിലാണ് ഇരുന്നു കൊണ്ടിരുന്നത് അല്ലേ. കാര്യം നമ്മൾ ഓരോരുത്തരും അതീന്ദ്രിയാവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാലും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ശരീരവും ഒക്കെ ഈ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ആ ഭൗതികമായിട്ടുള്ള ശരീരം തന്നെയായിരിക്കും എക്സ്റ്റേണലി അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുരുജനങ്ങളാണെങ്കിലും ശീലപ്രഭുപാദാണെങ്കിലും അവരൊക്കെ ഇവിടെ വന്ന് ഈ ലോകത്തിലേക്ക് അവർ അവതാരമായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ അവതാരം എടുത്ത് ലീലകൾ ചെയ്യുന്ന സമയത്ത് അവർ ഭൗതികമായിട്ടുള്ളൊരു ശരീരം സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അവർ അതീന്ദ്രിയ തലത്തിലുള്ള ആളുകളാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവരുടെ ജീവചരിത്രത്തിലും നമ്മൾ കാണുന്നത് ഈ പറയുന്ന അവരും ജനിക്കുന്നതായിട്ട് കാണുന്നു, അതേപോലെ തന്നെ അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നു, ജര വരുന്നതായിട്ട് കാണുന്നു, അവസാനം മരിക്കുന്നതായിട്ടും കാണുന്നു അല്ലേ. അപ്പോൾ അതേപോലെ ശുദ്ധഭക്തനാണ്, പക്ഷെ അവരുടെ അവബോധം നമ്മളെ പോലെയല്ല. കാര്യം ഈ ഒരു ലോകത്തിൽ നമുക്കെല്ലാവർക്കും കാണണമെങ്കിൽ, നമുക്കെല്ലാവർക്കും അടുത്ത് ഇത് തിരിച്ചറിയണമെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഈ ലോകത്ത് ഭൗതികമായിട്ടുള്ളൊരു ശരീരത്തോടു കൂടി വന്നാലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ കണ്ണ് അതിന് ഭൂമി അപ്പോവാനല്ലോ ഹായുർ ഖം മനോബുദ്ധിറേവച്ച അല്ലേ. അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായിട്ടുള്ള ശരീരം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ശബ്ദമാണെങ്കിലും മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും ഒക്കെ നമുക്കതിൻ്റെ ഒരു പ്രസൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭൗതികമായിട്ടുള്ള ഭൗതിക ലോകത്തിലെ ആ ഒരു ചട്ടക്കൂടിൽ വരുന്ന കാര്യങ്ങളിൽ വരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഭഗവാൻ അതേപോലെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം വരുന്നത് വ്യത്യാസമുണ്ട്. അദ്ദേഹം അതീന്ദ്രിയമായിട്ടുള്ള ശരീരം സ്വീകരിച്ച് അതീന്ദ്രിയമായ ശരീരമാണ് അദ്ദേഹത്തിൻ്റെ. ഇവിടെ വരുമ്പോൾ ഭൗതികമായിട്ടുള്ള ശരീരം അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അത് അദ്ദേഹം വരുന്നത് വ്യത്യാസമുണ്ട് ഭഗവാന്റെ അവതാരവും. പക്ഷെ നമുക്ക് തോന്നും അത് ഭൗതിക ശരീരമാണ് എന്നുള്ളത്. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ അല്ലേ. അങ്ങനെയല്ല. എന്നാൽ അതേപോലെ തന്നെ അങ്ങനെയല്ല സാധാരണ മനുഷ്യരുടെ കാര്യം. ഇവിടെ ഭീഷ്മപിതാമഹനെ നമ്മൾ പഠിക്കുന്നത് ഒരു ശുദ്ധഭക്തൻ എന്നുള്ള തലത്തിലാണ്. ഒരു ശുദ്ധഭക്തൻ്റെ ഒരു സ്ഥാനത്തിലാണ് ഭീഷ്മപിതാമഹനുള്ളത്. അപ്പോൾ അദ്ദേഹം നമുക്കെല്ലാവർക്കും ഒരു ഉദാഹരണമായിട്ട് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കാണിക്കുകയാണ് അല്ലേ. ഭഗവാന്റെ ശുദ്ധഭക്തൻ്റെ അവസ്ഥ എന്തായിരിക്കും. അതേപോലെ ശിലപ്രഭാതും ഇവിടെ അദ്ദേഹം വന്ന സമയത്തും അദ്ദേഹത്തിനും ആ അവസാനത്തെ സമയത്ത് അസുഖം വന്ന് അദ്ദേഹം കുറച്ചു കാലം കിടക്കയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നതൊക്കെ നമ്മൾക്കറിയാം അല്ലേ. അത് എന്തുകൊണ്ട്? കാര്യം ഇവർ ലീലയുടെ ഭാഗമായിട്ട് ഇവിടെ ഭഗവാന്റെ സേവനത്തിനായിട്ട് വരുന്നതാണ്.
ആധ്യാത്മിക ലോകത്തിൽ നിന്ന് നേരിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ വരുന്ന റിസ്കുകളെല്ലാം എടുക്കാൻ അവർ തയ്യാറായിരിക്കണം. അതാണ് ഭഗവാന്റെ സേവനം, അല്ലേ? ഇവിടെ വന്ന് എല്ലാം സുഖമായിട്ട് എല്ലാം സുഖങ്ങൾ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയല്ല. അവർ തയ്യാറാവുകയാണ് ഇങ്ങനെയുള്ള ഭൗതിക, അതായത് ഈ ഭൂമിയിൽ ജനിക്കുവാനും ഇവിടെ നടക്കുന്നത് പോലെ നോർമൽ നാച്ചുറലായിട്ടുള്ള ഇവിടെയുള്ള പ്രോസസ്സിലെല്ലാം അവരും പങ്കെടുക്കുന്നു, അല്ലേ? അവരും ജനിക്കുന്നു, വയസ്സാവുന്നു, ശരീരം അത് അസുഖങ്ങൾ വരുന്നു. അപ്പോൾ അതിലൂടെ അസുഖങ്ങൾ വരുമ്പോൾ ആ വേദനയിലൂടെയും അതിലൂടെയൊക്കെ അവരും കടന്നു പോകുന്നു. കാര്യം അങ്ങനൊരു ദൗത്യം അവരെടുത്തു വരുന്നത് ഭഗവാന്റെ സർവീസായിട്ട് വരുമ്പോൾ അങ്ങനെ ഈ റിസ്ക് എല്ലാം എടുക്കാൻ തയ്യാറായിരിക്കണം. അതെല്ലാം അവരൊരു സന്തോഷത്തോടു കൂടി, കാര്യം ഭഗവാന്റെ സേവനമാണ്, ആ ഒരു രീതിയിൽ അവർ അതെടുത്ത് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ ഗുരുജനങ്ങളൊക്കെ പ്രായമായിട്ട് ഇരിക്കുന്നവർ, അവർ ഇങ്ങനെയാണെങ്കിൽ, അതീന്ദ്രിയാവസ്ഥയിലാണെങ്കിൽ അവരെന്തിനാണ്, അവർക്ക് എന്തുകൊണ്ട് ഈ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. ശരീരം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് കാണുമ്പോൾ ശരിയാണ് ഇതെല്ലാം നടക്കുന്നു, പക്ഷെ അവരുടെ അവബോധത്തിനൊരു വ്യത്യാസവുമില്ല. അവരുടെ ബോധം നമ്മൾക്ക് അസുഖം വരുന്ന പോലെയല്ല. അതാണ് പോയിന്റ്. ഇവിടെ ഭീഷ്മ പിതാമഹൻ്റെ കാര്യം അങ്ങനെ തന്നെ. നമ്മൾ സാധാരണ ആളുകൾക്ക്, അതായത് ശുദ്ധരല്ലാത്ത ശരിയായിട്ടുള്ള ശുദ്ധഭക്തരല്ലാത്തവർക്ക് നമുക്കുണ്ടാവുന്ന മാനസികാവസ്ഥയല്ല അവർക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇപ്പോൾ ഭീഷ്മ പിതാമഹനാണെങ്കിലും ഇത്രയും ശരങ്ങൾ കുത്തി ശരശയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വേദന ഉണ്ടാവും നോക്കൂ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ശരത്തിൻ്റെ വേദന പോലും സഹിക്കാൻ സാധിക്കുമോ നമുക്ക്? 16 മാല ജപിക്കുന്നുണ്ട്, നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നുണ്ട്, നാമം ആ സമയത്ത് ജപിക്കുന്നു, എന്നും ഭഗവത്ഗീത അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ സമയത്ത് ഇതേപോലൊരു ഒരു ശരം നമുക്ക് അതിൻ്റെ വേദന സഹിക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പ്രിപ്പയർഡ് അല്ല. കാര്യം നമ്മുടെ ബോധം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു അവബോധം അവിടേക്ക് ഉയർന്നിട്ടില്ല. എന്നാൽ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഭീഷ്മ പിതാമഹനെ പോലെ തന്നെ ഇപ്പോൾ ശ്രീല ജയപ്രതാപ് സ്വാമി മഹാരാജിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ട്, അല്ലേ? ഭൗതിക ശരീരം നോക്കുവാണെങ്കിൽ. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രചരണം, അദ്ദേഹം ചെയ്യുന്ന സർവീസസും ഒന്നിനെയും ബാധിക്കുന്നില്ല. അദ്ദേഹം മാക്സിമം എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട് അദ്ദേഹം വലിച്ചുകൊണ്ട് ചെയ്യുന്നു. എങ്ങനെ സാധിക്കുന്നു? കാര്യം അദ്ദേഹത്തിൻ്റെ അവബോധം, അദ്ദേഹത്തിൻ്റെ ബോധം ഈ ഒരു ഭൗതിക തലത്തിലല്ല. അതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ഭൗതിക തലത്തിലായിട്ടുള്ളൊരു ബോധത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല ഇതൊക്കെ. ചെറിയൊരു വേദന വരുമ്പോഴേക്കും നമ്മൾ തകർന്നു പോകുന്നു. എന്നാൽ അതീന്ദ്രിയാവസ്ഥയിലാണ് ഓൾറെഡി അവരെല്ലാവരും. അതുകൊണ്ട് ഇതെല്ലാം സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് തരുന്നത് ഭഗവാൻ തന്നെ, ഭഗവാൻ നിയോഗപ്രകാരം തരുന്നതാണ്, നമ്മളെ പഠിപ്പിക്കുവാനാണ് ഏത് തലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത് എന്നുള്ളത്. അവിടേക്ക് ഉയരുവാൻ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഈ ഒരു പാതയിലൂടെ തന്നെ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ആത്മാർത്ഥപരമായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്തുകൊണ്ട് അവരുടെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ നമുക്കൊരു ഉദാഹരണമായിട്ട് ജീവിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ അവർ ചെയ്യുന്ന അവരുടെ രീതികൾ മനസ്സിലാക്കി അവർ പറയുന്ന കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്കും നമ്മുടെ അവബോധത്തെ ഉയർത്തുവാൻ സാധിക്കും. അത് ഉറപ്പാണ്. അതേ ഉള്ളൂ മാർഗം, അല്ലാതെ വേറെ മാർഗമില്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കില്ല. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം ആത്മാർത്ഥപരമായിട്ട്. അങ്ങനെ ആവുമ്പോൾ അതേ നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ, നിസ്വാർത്ഥതയോടുകൂടി ഒരേ ഒരു ചിന്ത ഭഗവാന്റെ സന്തോഷം മാത്രം. അതിൽ നമ്മുടേതായിട്ടുള്ളൊരു സെൽഫിഷ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടേതായിട്ടുള്ള സെൽഫിഷ് ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ശുദ്ധമല്ല. അതാണ് പറയുന്നത് പൂജാലാഭ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അത് സൂക്ഷ്മമായിട്ടുള്ള അനർത്ഥങ്ങളാണത്. സൂക്ഷ്മമാണെന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത്
നമുക്ക് അതിലൊരു ചെറിയൊരു സെൽഫിഷ് അജണ്ട ഉണ്ടാവും. അത് പറയാം, അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ, സെൽഫിഷ് അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ശ്ലോകങ്ങൾ വായിക്കുന്നു, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു, അടുത്ത പ്രാവശ്യം അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഞാൻ പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലിംഗ്, അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ, പൂജാലാഭ പ്രതിഷ്ഠ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെയുള്ളൊരു ഫീലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ അത്രയും പുറകിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. സോ ഇതെല്ലാം ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ജീവചരിത്രങ്ങൾ, ശുദ്ധഭക്തരുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് തലത്തിലേക്കാണ് നമ്മൾ ഇനി ഉയരേണ്ടത്, നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു ശരം കുത്തിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത എന്തായിരിക്കും? ശരത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, വേദനയായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. 10,000-കണക്കിന് ശരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭീഷ്മ പിതാമഹൻ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചിന്തയുമില്ല വേറെ, അദ്ദേഹത്തിൻ്റെ ശരീരം വേദനിക്കുന്നില്ല, അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, അദ്ദേഹം പൂർണ്ണമായിട്ടും അതീന്ദ്രിയാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ ബോധം ഭഗവാനെ കണ്ടുകൊണ്ട് അങ്ങനെ ശരീരം വിടാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു അവസ്ഥ. സോ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ഒരു ലെവൽ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവേണ്ടത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഓർമ്മ വരേണ്ടത് അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ അത് വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും, എങ്ങനെ നമ്മളിൽ മാറ്റങ്ങളുണ്ടാവും? ഉണ്ടാവില്ല. നമ്മുടെ ബോധം അതേപോലെ പഴയ പോലെ തന്നെയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? നമ്മളിവിടെ തന്നെ ഇരിക്കും അല്ലേ? ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ളൊരു പാതയിലേക്ക് എത്തിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അല്ലേ? അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ബാക്കി ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്, ഗുരുജനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥപരമായിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത്. ആ നിസ്വാർത്ഥത അത്യാവശ്യമാണ്. സെൽഫ്ലെസ് ആയിരിക്കണം ഓരോ സർവീസും, ചെയ്യുന്ന കാര്യങ്ങൾ. സംസിദ്ധിർ ഹരിതോഷണം മാത്രം, ഭഗവാന്റെ സന്തോഷം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ വരുവാണെങ്കിലും അതൊക്കെ സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് നിറവേറ്റാൻ, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ, ഒരു ആരെയും പഴി പറയാതെ, എന്ത് സാഹചര്യമാണെങ്കിലും അത് സഹിച്ചുകൊണ്ട് ഭഗവാന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കാണ് സക്സസ് ഉള്ളത്. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയുള്ളൊരു അവബോധത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും ഇനിയും നമ്മൾ മുന്നോട്ട് പോകാൻ ഒരുപാട് വഴിയുണ്ട് എന്നുള്ളത്. ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹനമാണ് തരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാര്യം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഇനി അതിനു വേണ്ടി ചെയ്യുവാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ ബ്രഹ്മമുഹൂർത്തം, നാമജപം, ബ്രാഹ്മൺ ദീക്ഷ ഇതെല്ലാം ഉണ്ട്, നമ്മൾ വലിയ ആളായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞു, എവിടെയും എത്താൻ പോകുന്നില്ല. പുറമേ എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പറയുമായിരിക്കും, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വാർത്ഥതയൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട്, ഭഗവാന് മനസ്സിലാവും ഇതെല്ലാം. സോ അങ്ങനെയുള്ളവരുടെ റിസൾട്ടും മോശമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ പറ്റില്ല. എന്നാൽ വളരെ സിമ്പിൾ ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അവർക്ക് ഉയർച്ചയുണ്ടാവും. അതാണ് കാര്യം. അവർക്ക് വേറെ ചിന്തയൊന്നുമില്ല. ഭഗവാൻ എന്താണോ സന്തോഷം അത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവരുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സ്വപച്ച വാത്മീകിയെക്കുറിച്ച് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ, മഹാഭാരതത്തിലെ. സ്വപച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കുലത്തിലുള്ള, ചണ്ടാല കുലത്തിലുള്ള ഒരു വാത്മീകി എന്ന് പറയുന്ന ഒരു ഭക്തൻ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലീലയാണ് അതല്ലേ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭക്തൻ്റെ എക്സ്റ്റേണൽ
അപ്പിയറൻസോ അദ്ദേഹത്തിൻ്റെ രീതികളോ അല്ല കാര്യം. ഉള്ളിൽ എങ്ങനെയാണോ, ഹൃദയത്തിൽ എന്താണോ അവസ്ഥ, അതിലാണ് കാര്യം ഇരിക്കുന്നത്. തിലക് തൊട്ടു, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വൈഷ്ണവ വേഷത്തിൽ നമ്മൾ വന്നു, നടക്കുന്നു, ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആവുന്നില്ല അല്ലേ. ഉള്ളിലുള്ള അവസ്ഥ ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിലാണ് കാര്യം ഇരിക്കുന്നത്. അവിടെയാണ് നമുക്ക് മാർക്ക് വീഴുന്നത്. അല്ലാതെ പുറമേ ഉള്ളതിന് അതിന് പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ പ്രാധാന്യം സെക്കൻഡറിയാണ്. ആദ്യം വേണ്ടത് ഉള്ളിലുള്ള കാര്യമാണ്. പുറമേ ഉള്ളത് അതിൻ്റെ ഭാഗം മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഭീഷ്മ പിതാമഹൻ പൂർണ്ണമായിട്ടും ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്, കണ്ടുകൊണ്ട് ഭീഷ്മ പിതാമഹൻ പ്രാർത്ഥന തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ കാണുന്നു 32ാമത്തെ ശ്ലോകം മുതലാണ് ഭീഷ്മസ്തുതി ആരംഭിക്കുന്നത്. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരൂപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയാദ്ഭവാ പ്രവാഹ ഇതി മതിരൂപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയാദ്ഭവാ പ്രവാഹ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതി ഉപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭൂമ്നി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതി ഉപേയുഷി യദ്ഭാവ പ്രവാഹഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഭീഷ്മസ്തുതി വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവാ പ്രവാഹഃ. ഹരേ കൃഷ്ണ. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരൂപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സ്വാത്വതാ പുംഗവേ വിഭൂമി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭാവ പ്രവാഹഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭാവ പ്രവാഹഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതം തപുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവ പ്രവാഹ. ഹരേ കൃഷ്ണ. ഓക്കെ. ആരെങ്കിലും ഒരാൾ വായിക്കൂ. വിവർത്തനം ഹരേ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭീഷ്മദേവൻ പറഞ്ഞു, ദീർഘകാലം വിവിധ വിഷയങ്ങളിലും ധർമ്മകർമ്മങ്ങളിലും വ്യാപരിച്ചിരുന്ന എന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രതിഷ്ഠാപനം ചെയ്യാൻ എന്നെ ഇപ്പോൾ അനുവദിച്ചാലും. അദ്ദേഹം സദാ ആത്മസംതൃപ്തനാകുന്നു. എന്നാൽ ഭക്തന്മാരുടെ സ്വാമിയാകയാൽ ചിലപ്പോഴൊക്കെ ഭൗതിക ലോകം അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടിയാണെങ്കിലും ഇവിടെ അവതരിച്ച് അതീന്ദ്രിയാനന്ദം അനുഭവിക്കുന്നു. ഭാവാർത്ഥം. ഭീഷ്മദേവൻ
രാജതന്ത്രജ്ഞനും കുരുവംശാധിപനും മഹായുയുത്സുവും ഉത്തമ സൈന്യാധിപനും ക്ഷത്രിയരുടെ നായകനുമാകയാൽ അദ്ദേഹത്തിന്റെ മനസ്സ് നിരവധി വിഷയങ്ങളിൽ തീവ്രമാവുകയും അദ്ദേഹത്തിന്റെ വികാര വിചാരം, ആഗ്രഹങ്ങൾ എന്നിവയൊക്കെ വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഭക്തിയുത സേവനം സംപ്രാപ്തമാക്കാൻ അദ്ദേഹം എല്ലാ വികാര വിചാര ആഗ്രഹ ശക്തികളെയും പൂർണ്ണമായും പരമസത്തയായ പരമദിവ്യോത്തമ പുരുഷനിൽ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രതിഷ്ഠാപനം ചെയ്യാൻ ആഗ്രഹിച്ചു. ഇവിടെ ഭഗവാനെ ഭക്തന്മാരുടെ സ്വാമിയെന്നും സർവശക്തനെന്നും വർണ്ണിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിലും ഭക്തിയുത സേവനമെന്ന വരം പ്രദാനം ചെയ്യാൻ അദ്ദേഹം സ്വയം ഭൂമിയിൽ അവരോഹണം ചെയ്ത് അവതരിക്കുന്നു. ചിലപ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ യഥാരൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനായും ചിലപ്പോൾ ചൈതന്യ മഹാപ്രഭുവായും അവതരിക്കുന്നു. ഇരുവരും ശുദ്ധഭക്തന്മാരുടെ സ്വാമിമാരാണ്. ശുദ്ധഭക്തർക്ക് ഭഗവത് സേവനമൊഴികെ മറ്റൊരു ആഗ്രഹവും ഇല്ല. ആയതിനാൽ അവരെ സാത്വത എന്ന് വിശേഷിപ്പിക്കുന്നു. ഔവണ്ണമുള്ള സാത്വതരിൽ പ്രമുഖൻ ഭഗവാനാകുന്നു. ആകയാൽ ഭീഷ്മദേവന് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരാൾ എല്ലാവിധ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാത്ത പക്ഷം ഭഗവാൻ അയാളുടെ സ്വാമിയായി തീരുന്നില്ല. ആഗ്രഹങ്ങളെ തുടച്ചു നീക്കാൻ കഴിയുകയില്ല, എന്നാൽ അവയെ പരിശുദ്ധമാക്കി തീർക്കാൻ കഴിയും. ഭഗവാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതനായ ശുദ്ധഭക്തന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് നൽകുന്നു. അത്തരം നിർദ്ദേശങ്ങൾ ഭൗതിക ലക്ഷ്യങ്ങൾക്കു വേണ്ടി അഥവാ ഭൗതിക ഉദ്ദേശങ്ങൾക്കായി നൽകപ്പെടുന്നതല്ല. ഭഗവത് ധാമത്തിലേക്ക് യഥാർത്ഥമായ നിത്യമായ സ്വവാസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുവാനായി മാത്രം നൽകപ്പെടുന്നവയാണെന്ന് ഭഗവത്ഗീതയിൽ 10:10 സ്വയം ഭഗവാനാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭൗതിക പ്രകൃതിയെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന സാമാന്യ വ്യക്തിക്ക് അനുമതി നൽകുക മാത്രമല്ല, അവന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയാവുകയും ചെയ്യുന്നു. എന്നാൽ ഒരു അഭക്തന് ഭഗവാൻ ഒരിക്കലും ഭഗവത് ഭഗവാനിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നില്ല. വ്യത്യസ്ത ജീവാത്മാക്കളോട്, ഭക്തനോടും അഭക്തനോടുമുള്ള ഭഗവാന്റെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണിത്. സ്വതന്ത്ര പ്രജകളെയും കുറ്റവാളികളെയും രാജനിയമങ്ങൾക്കനുസരിച്ച് രാജാവ് ഭരിക്കുന്നത് പോലെ എല്ലാ ജീവാത്മാക്കളുടെയും ഭരണാധിപനാണ് ഭഗവാൻ. എന്നാൽ അദ്ദേഹം ഇടപെടുന്ന രീതി ഭക്തനോ അഭക്തനോ എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭഗവാനിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് അഭക്തർ ഒരിക്കലും ശ്രദ്ധ കാട്ടുന്നില്ല. ആകയാൽ അവരുടെ പ്രവർത്തികൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുകയും വിധിവശമായ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ അവർക്ക് സമ്മാനിക്കുകയും മാത്രം ചെയ്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഭഗവാൻ നിശബ്ദനാകുന്നു. ഭക്തർ ഈ ഭൗതിക നന്മയ്ക്കും തിന്മയ്ക്കും അതീതരാണ്. അവർ അതീന്ദ്രിയ പാതയിൽ പുരോഗമനോന്മുഖരാകയാൽ ഭൗതികമായ യാതൊന്നിനും അവർക്ക് ആഗ്രഹമില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ പൂർണ്ണാധികാരത്തോടു കൂടിയ പൂർണ്ണാംശമായ സർവഭൗതിക സൃഷ്ടിയുടെയും പ്രഭവ കേന്ദ്രമായ കാരണോദശകായി വിഷ്ണുവായി അവതരിക്കുന്നു എന്നതിനാൽ ശ്രീകൃഷ്ണൻ യഥാർത്ഥ നാരായണനാണെന്ന അറിവും ഭക്തനുണ്ട്. തന്റെ ശുദ്ധഭക്തരുടെ സംസർഗം ഭഗവാനും ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് അവരെ ഉത്സാഹഭരിതരാക്കുന്നതിനും കൂടി വേണ്ടിയാണ്. സ്വേച്ഛയാലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ സ്വാധീന ശക്തി പ്രഭാവത്തിന് നിർബന്ധിതനല്ല അദ്ദേഹം. ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ഒരിക്കലും വ്യവസ്ഥീകൃതനല്ലാത്തതിനാൽ അദ്ദേഹത്തെ ഇവിടെ വിഭോ അഥവാ സർവശക്തൻ എന്ന് വിശേഷിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഭീഷ്മസ്തുതി ഇവിടെ ആരംഭിക്കുന്നു. ഭീഷ്മ പിതാമഹൻ്റെ പ്രാർത്ഥന അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഭീഷ്മ പിതാമഹൻ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാനെ അദ്ദേഹം പറയുന്നു, ഞാൻ ഇനി എൻ്റെ എല്ലാ ചിന്തയും എൻ്റെ എല്ലാ വികാരങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കട്ടെ. ഇത്രയും കാലം അദ്ദേഹം, നമുക്കറിയാം, ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു
ക്ഷത്രിയ നേതാവായിരുന്നു, സാധാരണ ഒരു വ്യക്തിയായിരുന്നില്ല അല്ലേ. അദ്ദേഹം വളരെ 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 കഴിവുള്ള, വളരെ നല്ല ഒരു ക്ഷത്രിയനായിരുന്നു, ലീഡറായിരുന്നു പലവരുടെയും. അപ്പോൾ ഒരുപാട് രാജ്യസംബന്ധമായിട്ടുള്ള, രാജ്യവും ഭരണവും ഒക്കെ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു. കാര്യം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അല്ലേ. വർണ്ണാശ്രമധർമ്മം അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം, അതായിരുന്നു അദ്ദേഹം അതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മനോഹരമായിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാലയളവ് മുഴുവനും. അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെയായെങ്കിലേ അല്ലേ ശുദ്ധഭക്തനാവുന്നുള്ളൂ. അല്ലാതെ അവസാന സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ. ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രവൃത്തിയും, എല്ലാ ചിന്തയും, അല്ലെങ്കിൽ എല്ലാം തന്നെ അവർ ചെയ്യുന്നത് ഓരോ കാര്യവും ഭഗവാന്റെ സേവനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർ. അപ്പോൾ ഭീഷ്മ പിതാമഹൻ രാജ്യം ഭരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ഷത്രിയൻ്റേതായിട്ടുള്ള ധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കർമ്മങ്ങളും അദ്ദേഹം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മരണക്കിടക്കയിൽ കിടക്കുവാണ് അദ്ദേഹം. ഈ സമയത്ത് അദ്ദേഹം പറയുന്നു, അങ്ങനെയുള്ളതെല്ലാം, എൻ്റെ വർണ്ണാശ്രമധർമ്മമായിട്ടുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതും ഇനി അങ്ങനെയുള്ള ചിന്തകളും അതെല്ലാം ഞാൻ മാറ്റിവെക്കട്ടെ. ഇനി എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഇനി വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം, അങ്ങയിലേക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ചിന്തയും എൻ്റെ ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ, വേറെ ഒന്നും തന്നെ ഇല്ല. അതിൽ ഒരു കളങ്കമില്ലാത്ത, പൂർണ്ണമായിട്ടും 100% ഞാൻ എൻ്റെ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങയെ ഞാൻ പ്രതിഷ്ഠിക്കട്ടെ. വേറെ ഒരു തരത്തിലുള്ള മറ്റുള്ള വിഷയങ്ങളൊന്നുമില്ലാതെ അങ്ങനെ എനിക്ക് അങ്ങയെ ധ്യാനിക്കാൻ, അങ്ങയെ കാണുവാൻ എന്നെ സഹായിക്കണേ, ഞാനിപ്പോൾ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഇവിടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പൂർണ്ണ പുരുഷോത്തമൻ ഭഗവാനാണ്, അങ്ങ് എല്ലാ ഭക്തരുടെയും നേതാവാണ്, അല്ലെങ്കിൽ ഭക്തരെല്ലാവരും അങ്ങയെ നോക്കിക്കാണുന്നു, അങ്ങയുടെ പാത പിന്തുടരുന്നു. അങ്ങ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാത്വത പുങ്കവേ, സാത്വത എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭക്തരുടെ നേതാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു സ്വസുഖം ഉപഗത്തെ ക്വചിത് വിഹർത്തും, അങ്ങ് പ്രകൃതിയും ഉപേയുഷി യദ്ഭവ പ്രവാഹ, അങ്ങ് ഇവിടെ അവതരിക്കുന്നു, അങ്ങ് അവതാരമെടുത്തു വരുന്നു ഈ ഭൗതിക ലോകത്തിൽ. അങ്ങേക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ട, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും അങ്ങേ ബാധിക്കുന്നില്ല. കാര്യം ഈ ഭൗതിക ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങാണ്. എന്നാലും അത് അങ്ങയുടെ ലീലയുടെ ഭാഗമായിട്ട് അങ്ങ് ഭക്തരുടെ കൂടെ നിൽക്കാൻ വേണ്ടി, ഭക്തരുടെ കൂടെ ലീലകൾ ചെയ്യുവാനും ആസ്വദിക്കാനും വേണ്ടി അങ്ങ് ഇവിടെ ഭൗതിക ലോകത്തിലേക്കും അവതാരമെടുത്തു വരുന്നു. ഓ ഭഗവാനെ, ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഭീഷ്മ പിതാമഹൻ. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ മനോഹരമായിട്ട് പറയുന്നു. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭീഷ്മ പിതാമഹൻ്റെ എല്ലാവിധ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള, വർണ്ണാശ്രമധർമ്മ സംബന്ധമായിട്ടുള്ളതെല്ലാം തന്നെ അദ്ദേഹം അതെല്ലാം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നു അല്ലേ. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ ചിന്തകളൊന്നുമില്ല, ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ഭക്തൻ്റെ ഹൃദയത്തിലുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പോവാത്തോടത്തോളം ഭഗവാൻ അവരുടെ ലീഡറായിട്ട് വരില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ നയിക്കുക എന്നുള്ളതല്ലേ അല്ലേ. ഒരു നയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നമ്മളെ ഗൈഡ് ചെയ്യും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു ഭക്തൻ്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പോവാത്തോടത്തോളം കാലം
ആ ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ലീഡർ ആവില്ല എന്നാണ് പറയുന്നത് ശീലപ്രഭാത് ഇവിടെ. എന്നാൽ എപ്പോഴാണോ പൂർണ്ണമായിട്ടും എല്ലാവിധ ഭൗതിക ആഗ്രഹങ്ങളും പോകുന്നത്, അപ്പോൾ ഭഗവാൻ അവിടെ നമ്മുടെ നേതാവായിട്ട് വരുന്നു, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയന്തിതേ. ഭഗവത്ഗീത 10:10 പറയുന്നത് എന്താണ്? ആരാണോ നിരന്തരമായിട്ട് ആത്മാർത്ഥപരമായിട്ട് പ്രീതിപൂർവകം ഭജൻ ചെയ്യുന്നത്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്, അവർക്ക് ദദാമി ബുദ്ധിയോഗം, ഞാൻ അവർക്ക് ബുദ്ധി അവർക്ക് വേണ്ട ബുദ്ധി ഞാൻ കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കിട്ടണമെങ്കിൽ, ഭഗവാൻ നേരിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളെ ഗൈഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഭീഷ്മ പിതാമഹൻ്റെ പോലെ, അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ അവബോധത്തെ ഉയർത്തണം. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആധ്യാത്മിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ മാത്രം, ഭഗവത് സേവനം മാത്രം ആ ഒരു ആഗ്രഹത്തോടു കൂടി, ആത്മാർത്ഥതയോടുകൂടി, നിസ്വാർത്ഥമായിട്ടുള്ളവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നേരിട്ട് കൊടുക്കുന്നു. ഇതാണ് കാര്യം. ഇതാണ് നമുക്ക് ശീലപ്രഭാത് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഭാവാർത്ഥത്തിൽ. സാധാരണ അപ്പോൾ അതാണ് വ്യത്യാസം, ഭക്തരും അഭക്തരും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഭക്തരും അഭക്തരും സമൂഹം സർവഭൂതേഷു, ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ ആണെങ്കിൽ പോലും ഭക്തരുടെ കാര്യത്തിൽ അദ്ദേഹം ഇടപെടുന്നു കാര്യങ്ങളിൽ. കാര്യം ഭക്തരെ സംബന്ധിച്ച് അവർക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല, ഭഗവത് സേവനങ്ങളും ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതും തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും ഭഗവാൻ തന്നെ നേരിട്ട് അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നു. എന്നാൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ, അഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഭക്തി ഭഗവാനെ ആരാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ കാര്യത്തിൽ ഭഗവാൻ വീക്ഷിക്കുന്നുവെല്ലാം. അവരുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലേ, പരമാത്മാവായിട്ട് ഭഗവാനുള്ളത് ഉപദൃഷ്ട അനുമന്താച്ച. ഉപദൃഷ്ട എല്ലാം വീക്ഷിക്കുന്നു, നോക്കിക്കാണുന്നു. അനുമന്ത് എല്ലാം, അനുബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാം സാങ്ഷനും ചെയ്യുന്നു. ഇതാണ് പരമാത്മാവ് ചെയ്യുന്നത്. സാധാരണ ഭക്തരല്ലാത്തവർക്കും ഭഗവാൻ ഇതന്നെയാണ് ചെയ്യുന്നത്. ഭക്തരായിട്ടുള്ളവർക്ക് ഭഗവാൻ നേരിട്ട് നിർദ്ദേശങ്ങളും കൊടുക്കുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു. എന്നാൽ അല്ലാത്തവർക്ക് ഈ ഉപദൃഷ്ട അനുബന്ധാച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം നോക്കിക്കാണുന്നു, അവരെന്താണോ ചെയ്യുന്നത്, അവർ ചെയ്യുന്നതനുസരിച്ചിട്ട്, കർമ്മം അനുസരിച്ചിട്ട് അവർക്ക് അതിന് റിസൾട്ട് കൊടുക്കുന്നു. അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും കർമ്മം ഫലം വരുന്നത്, അല്ലേ? എന്നാൽ അവരാഗ്രഹിക്കുന്നത് ചെയ്യുവാൻ ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം, ഒരു കള്ളന് കക്കടമെങ്കിൽ പോലും ഭഗവാന്റെ സമ്മതമില്ലാതെ നടക്കില്ല എന്നുള്ളത്. കാര്യം ആ വ്യക്തിക്ക് അതാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് പല രീതിയിലൂടെ അദ്ദേഹം അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അത് ആഗ്രഹമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് ആ കർമ്മം അദ്ദേഹം ചെയ്യുന്ന എന്താണോ അതിനുള്ള ഫലം ആ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതാണ് വ്യത്യാസം, ഒരു ഭക്തനും അഭക്തരും തമ്മിലുള്ള ഭഗവാന്റെ ഡീലിങ്സിലുള്ള വ്യത്യാസം. സമൂഹം സർവഭൂതേഷമാണെങ്കിലും ഇങ്ങനെയാണ്, ഇത് വ്യത്യാസമുണ്ട്. ഇത് വ്യത്യാസം വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തർ പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എല്ലാം കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാവിധ ഗൈഡൻസും കൊടുക്കുന്നു, ഒരു ലീഡറാവുന്നു. ഇവിടെ അതാണ് ഭീഷ്മ പിതാമഹൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് പൂർണ്ണമായിട്ടും ഭഗവാൻ കൺട്രോൾ എടുത്തു കഴിഞ്ഞു. ഭീഷ്മ പിതാമഹൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും കൺട്രോൾ എടുത്തു. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹന് ഇത്രയും മനോഹരമായിട്ടുള്ള സ്തുതികൾ ചെയ്യുവാനും ഭഗവാനെ ഓർക്കുവാനും ഭഗവാനെ കണ്ടുകൊണ്ട് നിൽക്കുവാനും ഒക്കെ സ്തുതിക്കുവാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് വ്യത്യാസം. നമുക്ക് ഈ ഒരു തലത്തിലേക്കാണ് ഉയരേണ്ടത്. ഭഗവാൻ പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോൾ എടുക്കണം. ഭഗവാൻ നമ്മുടെ സാരഥിയുടെ നമ്മുടെ വണ്ടി, നമ്മുടെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ
സാരഥിയായിരുന്നു. പക്ഷേ നമ്മൾ ഭഗവാനെ ഒരു അവിടെ ഒരു ജോലിക്കാരനായിട്ട് വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുക. അർജുനനെ എങ്ങനെയാണോ ഭഗവാൻ ഗൈഡ് ചെയ്തത്, അർജുനനെ ഗൈഡ് ചെയ്തതുപോലെ നമ്മളെയും ഓരോരുത്തരെയും അദ്ദേഹം ലീഡറായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ, ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ ലീഡറായിട്ട് അദ്ദേഹം വരുകയാണെങ്കിൽ എല്ലാം അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരും, എല്ലാം അദ്ദേഹം ഗൈഡ് ചെയ്യും. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നു ചൈത്യഗുരുവായിട്ട്. എന്നാൽ അതേ സമയത്ത് ഭഗവാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നു, പലപ്പോഴും ചെയ്യുന്നു, അദ്ദേഹം ഉള്ളിൽ നിന്ന് ഗൈഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ഒരു ശുദ്ധ ഭക്തനിലേക്ക് നമ്മളെ എത്തിക്കുന്നു. പിന്നെ അതായത് ശ്രീ ഗുരുവിലേക്ക് എത്തിക്കുന്നു. ആ ഗുരുവാണ് പിന്നീട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ ഭഗവാന്റെ ഗൈഡൻസും ഗുരുവിൻ്റെ ഗൈഡൻസും ഒന്ന് തന്നെ. കാര്യം ഭഗവാന്റെ ഗൈഡൻസ് ഒരുപക്ഷെ വരുന്നത് ഗുരുരൂപത്തിലായിരിക്കും. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളും ഗുരുവിൻ്റെ പാത പിന്തുടരുക എന്ന് പറയുന്നതും ഭഗവാന്റെ പാത പിന്തുടരുന്നത് പോലെ തന്നെയാണ്, ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് പോലെ തന്നെയാണ്, വ്യത്യാസമില്ല. അതായിരിക്കും അങ്ങനെയുള്ളവരുടെ റിസൾട്ട്. അങ്ങനെ സംഭവിക്കുന്നവരുടെ ഫ്യൂച്ചർ, ഭാവി മനോഹരമായിരിക്കും. കാര്യം തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് പോകാനുള്ള വഴിയാണ് തുറക്കുന്നത്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു? ഇവിടെ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശ്രീല പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിലൂടെ. അങ്ങനെയാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, പ്രാക്ടിക്കലി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പാഠം. അതേപോലെ തന്നെ ഭീഷ്മ പിതാമഹൻ്റെ മനോഹരമായിട്ടുള്ള സ്തുതിയും ഭഗവാനെ സ്തുതിക്കുന്നതും നമ്മൾ ഇവിടെ കണ്ടു. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ തുടരും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगत गुरु श्रील प्रभुपाद की जय, इस्कॉन गुरु वृंद की जय, गौड़ी गुरु वृंद की जय, निताय गौर प्रेमानंदे हरि हरि बोल. जय जय श्री राधे श्याम. थैंक यू.